ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മണിയും നടേശനും ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും കാണുന്നത് അസ്വസ്ഥതയോടെ ഇരിക്കുന്ന സന്തോഷിനെയാണ്. അവനെ കാണെ അമ്പരപ്പോടെ മോനെ നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് മണി ചോദിക്കേ. അവൻ ഡൈനിങ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെയുള്ള കസേരയെല്ലാം താഴേക്ക് മറിച്ചിടുകയാ. അത് കണ്ട് പരിഭ്രമത്തോടെ മണിയും മോനെ കുഞ്ഞുട്ടാ നിനക്ക് എന്താടാ പറ്റിയേ എന്ന് ചോദിച്ച് അവന്റെ അരികിലേക്ക് ചെന്ന് മണിയും നടേശനും കൂടി അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴേക്കും വീണ പോയി, വീണ ഇല്ലാതെ എനിക്ക് പറ്റില്ല വീണ എന്ന് പറഞ്ഞ് സന്തോഷ് അവിടെ പൊട്ടിക്കരയുകയാ. രാത്രി അമ്മയുടെ കൂടെ ഉറങ്ങുകയായിരുന്ന വീണയ്ക്ക് സന്തോഷിന്റെ വീട്ടിൽ നിന്നും കോൾ വരികയാ. അവൾ എഴുന്നേറ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് മണി മോളെ കുഞ്ഞൂട്ടിന് വീണ്ടും പ്രശ്നമായി, ആകെ ഇടഞ്ഞു നിൽക്കുക, ഞങ്ങളൊന്നും പറഞ്ഞിട്ടേ കേൾക്കുന്നേ ഇല്ല എന്നവർ പറയേ ഇനി എന്തു ചെയ്യും അമ്മ എന്ന് വീണയും ചോദിക്കുക. അപ്പോഴേക്കും ഫോണിലെ സംസാരം കേട്ട് ടീച്ചർ അമ്മയും എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞാലേ അവൻ എന്തെങ്കിലും കേൾക്കൂ എന്ന് മണി പറയേ ഞാൻ ഇപ്പൊ വരാം അമ്മ എന്ന് പറഞ്ഞ് വീണയും കോൾ വെക്കുകയാ. ടീച്ചർ അമ്മ വീണയോടായി ആരാടി എന്ന് ചോദിക്കേ സന്തോഷേട്ടന് വീണ്ടും വയ്യാതായെന്ന് കുറച്ച് വയലന്റ് ആയെന്ന് വീണയും പറയുകയാ. എനിക്ക് അന്നേ തോന്നി ഇത് ഇങ്ങനെയൊക്കെ വരികയുള്ളൂ എന്ന്. സന്തോഷ് വയ്യാതായപ്പോ നീ അടുത്തിടപഴകിയതിന്റെ പ്രശ്നങ്ങളായതൊക്കെ. അവനിപ്പോ സ്വന്തമായി നിൽക്കാനുള്ള പ്രാപ്തി ഇല്ലാതെയായി. ഇത് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ എന്ന അമ്മയും അവളോടായി പറയുക. ഇത് ഞാനായിട്ട് ഇടപെട്ട് വന്ന പ്രശ്നമാ. ജോണേട്ടനും മേരിക്കുട്ടി ടീച്ചറും പറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നുവെന്ന് സന്തോഷ് ഏട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ ഷോക്കിലാവും സന്തോഷ് ഏട്ടനെ വീണ്ടും വയ്യാതായതെന്ന് വീണയും. മോളെ നീ നിന്റെ ജീവിതം തന്നെ കുഴപ്പത്തിലാവുന്ന കാര്യങ്ങളാ ചെയ്യുന്നതൊക്കെ എന്നമ്മ ഓർമ്മിപ്പിക്കേ. അമ്മേ എന്തായാലും എനിക്ക് സന്തോഷ് ഏട്ടനെ കാണണം, എനിക്ക് സംസാരിക്കണമെന്ന് വീണയും. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളടി എന്ന് അമ്മ ഓർമ്മിപ്പിക്കേ. എനിക്ക് പോണമെന്ന് പറഞ്ഞ് വീണ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയും തടഞ്ഞേ നീ പൊയ്ക്കോ, നേരം ഒന്ന് വെളുത്തോട്ടെ, നീ ഒന്ന് അടങ്ങ് എന്റെ കുഞ്ഞി, വലിയ കഷ്ടമായത് എന്ന് പറഞ്ഞ് അമ്മ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും വീണയും എഴുന്നേറ്റ് റൂമിലൂടെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് അവൾ തളത്തിലെ കൈവരിയിലേക്ക് ചെന്ന് ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോഴും വീണ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. കോഴി കൂവുന്ന ശബ്ദം കേൾക്കെ അവൾ ഉണർന്ന് പെട്ടെന്ന് തന്നെ തന്റെ സ്കൂട്ടിയും എടുത്ത് സന്തോഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ സന്തോഷിന്റെ വീട്ടിലെത്തുമ്പോഴും സന്തോഷ് ഡൈനിങ് ഹാളിലെ സോഫയിൽ അസ്വസ്ഥതയോടെ ഇരിപ്പാ. അവളെ കണ്ട് മണി ഓടി വന്ന് മോളെ കുഞ്ഞുട്ടിന് വീണ്ടും വയ്യാതായി മോളെ എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും അവളെ കണ്ട സന്തോഷം എഴുന്നേറ്റ് ഓടി വന്ന് വീണ എന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിച്ച് വീണ എന്നെ വിട്ട് പോവല്ലേ വീണ, വീണ എനിക്ക് നീ ഇല്ലാതെ ഓക്കെ അല്ല വീണ, എന്നെ കളഞ്ഞിട്ട് പോവല്ലേ വീണ, പ്ലീസ് വീണ നീ എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ വീണ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എന്നെ ഉപേക്ഷിക്കല്ലേ വീണ എന്നൊക്കെ സന്തോഷ് ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ച് പറയുന്ന സ്വപ്നവും കണ്ടുകൊണ്ട് വീണ ഉറക്കത്തിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. കൂടെ കിടന്ന അമ്മയും അവളോടായി എന്താ മോളെ വല്ല സ്വപ്നവും കണ്ടോ, ഇത്ര പേടിക്കാൻ എന്താ നീ കണ്ടത് എന്ന അമ്മ ചോദിക്കേ. താൻ കണ്ട ആ ദുസ്വപ്നത്തെക്കുറിച്ച് അവൾ അമ്മയോട് വിവരിക്കുകയാ. ദുസ്വപ്നമെല്ലാം അവൾ വിവരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ അമ്മയും മോളെ നിന്റെ ഉള്ളിൽ നിറയെ സന്തോഷിനെ പറ്റിയുള്ള ഭയമാ, നീ സ്വയം വല്ലാത്ത കുഴപ്പത്തിലേക്കാ പോകുന്നത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കേ. അവളും ടെൻഷനോടെയും സങ്കടത്തോടെയും അമ്മയുടെ മടിയിലേക്ക് ചായുകയാണ്. പിന്നീട് റോഡ് സൈഡിൽ കാറൊതുക്കി രേണുവിനെ വിളിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഋതു കോളെടുത്ത് ഹലോ അച്ഛ എന്ന് വിളിക്കുമ്പോഴേക്കും എടാ കള്ള ചെറുക്ക ഫോണിൽ കളിക്കായിരുന്നല്ലേ എന്ന് മഹേഷൻ ചോദിക്കുന്നുണ്ട്. പോ അച്ഛ വെറുതെ ഒന്നും പറയാതെ, ഞാനും അമ്മയും കൂടി പസിൽ സോൾവ് ചെയ്യായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും എടാ നല്ലവനെ നീ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴേ ഞാൻ വെറുതെ അങ്ങ് സംശയിച്ചു പോയി എന്ന് മഹേഷും. വെറുതെ അങ്ങനെയൊക്കെ സംശയിക്കുന്നത് അത്ര നല്ല ക്വാളിറ്റി അല്ല അച്ഛ എന്ന് ഋതു പറയേ. ഓ കേട്ടടാ മോനെ, ഇനി മുതൽ നിന്റെ അച്ഛൻ ശ്രദ്ധിച്ചോളം കേട്ടോ എന്ന് മഹേഷും. ശ്രദ്ധിച്ച അച്ഛന് കൊള്ളാം എന്ന് ഋതുവും. എടാ പൊന്നു മോനെ നീ നിന്റെ ഈ വായ്ത്താര നിർത്തിയിട്ടെ ഫോൺ ആ സ്പീക്കറിലൊന്നിട് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അത് സമ്മതിച്ച് ഋതുവും മൊബൈൽ സ്പീക്കറിലിടുകയാ. രേണു ഞാൻ നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ട് നിൽക്കുക, നീയേ മോനെയും കൂട്ടി പെട്ടെന്ന് നീങ്ങുവാ, നമുക്ക് ഒരിടം വരെ പോവാം എന്ന് മഹേഷ് പറയേ. എന്നാ പിന്നെ വീട്ടിലേക്ക് വരരുതോ, ഞങ്ങളെയും കൂട്ടി അങ്ങ് പോവാലോന്ന് രേണുകയും ചോദിക്കുക. അതൊന്നും വേണ്ട രേണു, രാവിലെ തന്നെ നിന്റെ അമ്മയെ കണ്ട് എനിക്ക് മൂഡ് ഓഫ് ആവാൻ വയ്യ, നീയേ അവനെയും കൊണ്ട് പെട്ടെന്ന് ഇറങ്ങ് നമുക്ക് പോവാമെന്ന് മഹേഷ് പറയേ. എങ്ങോട്ടാ മഹേഷ് ഏട്ടാ എന്ന് രേണു. എന്റെ രേണു അതൊക്കെ സർപ്രൈസാ, നീയേ പെട്ടെന്ന് റെഡിയായി ഒരു ഓട്ടോയും വിളിച്ചിങ്ങ് പോന്നെ, പിന്നെ വരുമ്പോ നന്നായി ഡ്രസ്സ് ചെയ്ത് വേണം രണ്ടാളും വരാൻ. രേണു നല്ല സാരിയൊക്കെ എടുത്ത് അവന് നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ എന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ ഇതെന്താ കല്യാണ റിസപ്ഷൻ ആണോ എന്ന് ഋതുവും ചോദിക്കുക. ഡാ ഋതു വെറുതെ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ചു പറയുന്നത് അത്ര നല്ലതല്ലെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്, അതുകൊണ്ട് മോൻ ഊഹമൊന്നും വേണ്ട, പെട്ടെന്ന് രണ്ടാളും റെഡി ആയിട്ട് വന്നേ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എനിക്ക് കാര്യം പിടികിട്ടി,
എന്ന് രേണുവും പറയുന്നു. എന്റെ രേണു, നീ ഒന്ന് പെട്ടെന്നിറങ്ങ്, ഞാനിവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ നല്ല മെനക്കൊക്കെ വരണം കേട്ടോ, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ളതാ എന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ അത് അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ ഞെട്ടിയിരിക്കും എന്ന് ഋതുവും. ഓ ആയിക്കോട്ടെ പെട്ടെന്നൊന്ന് ഇറങ്ങ് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ശരി മഹേഷ് ഏട്ടാന്ന് പറഞ്ഞ് രേണുവും കോൾ വെക്കുകയാ. അവരുടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സന്തോഷിനെ വീണയുടെ കോൾ വരുന്നുണ്ട്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ സന്തോഷേട്ടാ, വായനയിലാവുമല്ലേ എന്ന് വീണ ചോദിക്കുക. അതെ വീണ ഓൺലൈനിൽ ഓർഡർ ചെയ്തില്ലേ ആ പുസ്തകങ്ങളാ എന്ന് സന്തോഷ് പറയേ. ആണല്ലേ, എങ്ങനെയുണ്ടെന്ന് വീണയും. നല്ല പുസ്തകങ്ങളാ എന്ന് സന്തോഷ് പറയേ. ഞാൻ റിവ്യൂസ് നോക്കി ഓർഡർ ചെയ്തതെന്ന് വീണയും. എല്ലാം നല്ല പുസ്തകങ്ങൾ തന്നെയാ എന്ന് സന്തോഷ് വീണ്ടും പറയേ. ഇപ്പോ സന്തോഷേട്ടന്റെ വീട്ടിലെ വായന കൂടി പോകുന്നു എന്ന പരാതി എന്ന് വീണയും പറയുന്നുണ്ട്. അതെ, വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും അച്ഛനും അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സന്തോഷ് പറയേ. സന്തോഷേട്ടൻ പുറത്തേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാ അവർക്ക് ടെൻഷൻ എന്ന് വീണയും പറയുകയാ. അതെ, പുറത്തു പോയ ഓരോരുത്തരെ ഓരോ വിധത്തിലാ കാണുന്നതും പറയുന്നതുമൊക്കെ എന്ന് സന്തോഷ് പറയേ. ആൾക്കാരെന്ത് പറയുന്നൊന്നും നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യമുണ്ടായാൽ മതി എന്ന് വീണയും. സന്തോഷം അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് സമയം വേണം വീണ എന്ന് പറയേ. അതെടുത്തോളൂ, പക്ഷേ ടെൻഷൻ ആവാണ്ടിരുന്നാ മതി എന്ന് വീണയും. സന്തോഷത് സമ്മതിക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി എന്ന് വീണ പറയേ. ചോദിക്കുന്ന സന്തോഷം. നമ്മൾ കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷന്റെ കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞു. സന്തോഷേട്ടനെ വയ്യാതിരുന്നത് കാരണം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അഡ്വക്കേറ്റ് വിളിച്ചിരുന്നു അടുത്ത മോഷൻ മൂവ് ചെയ്യുന്ന കാര്യം ചോദിച്ച്. സന്തോഷേട്ടന്റെ അമ്മ എന്നോട് പലതവണ മാറി ചിന്തിക്കാൻ പറഞ്ഞതാ, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല. ഞാൻ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത് സന്തോഷേട്ടനെ ബാധിക്കുമോ എന്ന് അമ്മ ശരിക്കും പേടിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് സന്തോഷേട്ടൻ ഇതൊക്കെ കടന്നു പോകും എന്ന് വീണ പറയേ. വീണ പറഞ്ഞത് തന്നെയാ അതിന്റെ ശരി. വീണ എനിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഞാൻ വീണയുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ ഉറപ്പായി നിൽക്കും. എന്റെ ഉള്ളിലെന്നും വീണയോടുള്ള ഇഷ്ടവും ഉണ്ടാവും. അതാരെയും ബാധിക്കുന്ന കാര്യമല്ലല്ലോ, തീർത്തും അതിന്റെ സ്വകാര്യതയല്ലേ, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്നും ഇനി എന്നെ ബാധിക്കാതെ നോക്കണം എന്ന് സന്തോഷ് പറയുന്നത് കേൾക്കെ. അപ്പോ ഇനി അടുത്ത മോഷൻ മൂവ് ചെയ്യാല്ലേ എന്ന് വീണ ചോദിക്കുക. എന്തായാലും വീണയുടെ തീരുമാനം, ഞാൻ അതിനൊപ്പം നിൽക്കും എന്ന് സന്തോഷ് തന്റെ തീരുമാനം അറിയിക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് വീണയും കോൾ വെക്കുകയാ. വീണ അപ്പോ തന്നെ അഡ്വക്കേറ്റ് സുജിയെ വിളിക്കുന്നുണ്ട്. അവൾ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ അഡ്വക്കേറ്റെ, ഞാൻ സന്തോഷേട്ടനെ വിളിച്ചിരുന്നു എന്ന് പറയേ. ആണല്ലേ, ആൾ എന്ത് പറഞ്ഞു എന്ന് സുജിയും. മോഷൻ മൂവ് ചെയ്യാന്നാണ് സന്തോഷേട്ടനും പറയുന്നത്. പക്ഷേ ആൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, നമ്മൾ മുന്നേ തീരുമാനിച്ചതല്ലേ എന്ന് വീണ പറയേ. വീണ്ടും വിചാരമുണ്ടെങ്കിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ കൂളിംഗ് ഓഫ് പീരീഡ് നൽകുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളും ശരികളുമല്ലേ, അത് മാറ്റി ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയും ആകാം എന്ന് സുജി ഓർമ്മിപ്പിക്കേ. ഇല്ല, മാറി ചിന്തിക്കുന്നില്ല എന്ന് വീണയും പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഉലച്ചിൽ പോലെ എന്ന് സുജി ചോദിക്കേ. അത് ഡിവോഴ്സ് പൂർണ്ണമാവുമ്പോ സന്തോഷേട്ടനെ വിഷമമാവോ, ആളുടെ മാനസികാരോഗ്യത്തെ ഇനിയും അത് ബാധിക്കുമെന്നാണ് ഒരു പേടി എന്ന് വീണയും പറയുന്നുണ്ട്. ഈ വിധത്തിൽ പേടിയും പരിഗണനയും ഒക്കെ നല്ലതാണ്, ശരിക്കും ആലോചിക്കൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് സുജിയും. തീരുമാനം പഴയതുപോലെയാണെന്ന് വീണ വീണ്ടും പറയുമ്പോ എന്തോ ഒരു സംശയം വീണയുടെ ഉള്ളിലുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി ഒന്ന് പരിഗണിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കേ. അന്നേരവും എസ് എന്നാണെങ്കിൽ നമുക്ക് മോഷൻ മൂവ് ചെയ്യാം. ശരി, അപ്പൊ ഞാൻ വിളിച്ചോളാമെന്ന് സുജി പറയുമ്പോഴേക്കും ശരിയെന്ന് സമ്മതിച്ച് വീണയും കോൾ വെക്കുകയാ. പിന്നീട് മഹേഷ് പറഞ്ഞതനുസരിച്ച് രേണുവും ഋതുവും ഒരു ഓട്ടോയിൽ അങ്ങോട്ടെത്തുകയാ. രേണു ഓട്ടോയിൽ നിന്നിറങ്ങി കാശ് കൊടുക്കുമ്പോഴേക്കും ഋതു അമ്മയുടെ മൊബൈൽ വാങ്ങി അച്ഛനെ വിളിക്കുകയാ. മഹേഷും കോളെടുത്ത് കാറിൽ നിന്നിറങ്ങി ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും ഹലോ, അച്ഛൻ എവിടെയാ? ഞങ്ങൾ ഇവിടെ ജംഗ്ഷനിലെത്തി എന്ന് ഋതുവും. എടാ, പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞു വാ, ഞാൻ കാറിനടുത്തുണ്ട് എന്ന് മഹേഷ് പറയേ. ഋതു അത് സമ്മതിച്ചുകൊണ്ട് മൊബൈൽ രേണുവിക്ക് കൊടുക്കുകയാ. അവർ നടക്കുന്നതിനിടയിൽ എവിടെയാടാ എന്ന് രേണു ചോദിക്കേ. പോസ്റ്റ് ഓഫീസിനടുത്താ എന്ന് ഋതുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ മഹേഷിന്റെ അരികിലെത്തുമ്പോ എന്താ അച്ഛാ കാര്യമെന്ന് ഋതു ചോദിക്കുന്നുണ്ട്. എടാ, സമാധാനപ്പെടല ഋതു, സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ അതിന്റെ ഗും അങ്ങ് പോവില്ലേ എന്ന് മഹേഷും. ദം ബിരിയാണിയാണോ സത്യമാണോ എന്ന് പറയച്ചാ എന്ന് ഋതു വീണ്ടും പറയുമ്പോഴേക്കും എടാ, ദമ്മാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും അതിന്റെ ഗും അങ്ങ് പോവില്ലേ, നിങ്ങൾ കാറി കയറി, ബാക്കി വിശേഷമൊക്കെ കാറി കയറി പറയാം എന്ന് പറഞ്ഞവൻ അവരെയും വിളിച്ചോണ്ട് കാറിലേക്ക് പോവുകയാ. പിന്നീട് കാറിൽ ഒന്നിച്ചുള്ള യാത്രയിൽ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന രേണുകയും അപ്പോ ഒരു ക്ലൂവും ഇല്ലേ മഹേഷിട്ട എന്ന് ചോദിക്കേ. എന്റെ പൊന്നു രേണു, ഇനി എന്തിനാ ക്ലൂ, നമ്മളിപ്പോ നേരിൽ അറിയാൻ പോവില്ലേ എന്ന് മഹേഷും പറയുന്നുണ്ട്. മുൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന ഋതുവും ഒരു പിടുത്തവും കിട്ടണില്ല എന്ന് പറഞ്ഞ ആലോചനയോടെ ഇരിപ്പാ. അപ്പോഴേക്കും മഹേഷും നമ്മളുടെ മൂന്നാളുടെയും ഒരു ഡ്രീമിലേക്കാണ് ഈ യാത്ര എന്ന് പറയുന്നത് കേൾക്കെ. അപ്പോ അൽഫാം തന്നെ എന്ന് ഋതു. നമ്മുടെ മൂന്നാളുടെ ഡ്രീം അൽഫാം ആണോ എന്ന് മഹേഷ് ചോദിക്കേ. അൽഫാം അല്ലെങ്കിൽ പിന്നെ കുഴിമന്തി എന്ന് ഋതു. എന്റെ പൊന്ന് ഋതു, നീ കൂടുതൽ നിന്റെ തല ചൂടാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രേണുവിനോടായി. രേണു,
നമ്മുടെ സ്വപ്നങ്ങൾ പലതിലേക്കും നമുക്കിപ്പോൾ എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് വളരെ വളരെ സ്പെഷ്യലായ ഒന്നാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് കഠിനമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇപ്പോ എല്ലാം ശരിയായി, നന്നായി വരുന്നു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതെ, ഇപ്പൊ എനിക്കുള്ള ഒരേ ഒരു പ്രശ്നം നമ്മള് രണ്ടിടത്തായി കഴിയുന്നു എന്നുള്ളതാ എന്ന് രേണുവും ടെൻഷനോടെ പറയുന്നുണ്ട്. മഹേഷും ചിരിയോടെ എന്റെ രേണു എല്ലാം ശരിയായി തുടങ്ങി, എല്ലാത്തിനും പരിഹാരമാവുമെന്ന് പറയേ അത് വേണ്ട മഹേഷേട്ട, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായിട്ടും നമ്മൾ ഇങ്ങനെ രണ്ടിടത്തായിട്ട് എന്ന് രേണു പറയുമ്പോഴേക്കും അത് നീ മനസ്സാ തന്നെ എടുക്കേണ്ട തീരുമാനമാ. പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് കുറുകെ നിന്ന അവരെ കടന്ന് നടക്കണം. അവിടെ സെന്റിമെന്റ്സ് വന്നാൽ നമ്മുടെ ജീവിതമാണ് തകരുന്നത് എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കെ സത്യമാണെന്ന് രേണുവും. ഒരു ചിരിയോടെ കാർ ഓടിച്ചു പോകുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പോറ്റി സന്തോഷിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതും തന്റെ കുഞ്ഞൂട്ടന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ പോറ്റിയോട് ഈ പടി ചവിട്ടാൻ പറ്റില്ലെന്ന് മണി പറയുന്നതും അമ്മയെ എതിർത്ത് മഹേഷിന്റെ കൂടെ പോവാൻ രേണു തീരുമാനമെടുക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.